പ്രജിൻ ആരോടും അധികം സംസാരിച്ച് നിൽക്കാതെ വേഗം ചായ കുടിച്ചു. എന്നാലും നില ഇടയ്ക്കിടെ അവനോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. വീട്ടിലാരൊക്കെയുണ്ട് അങ്ങനെ ഓരോന്നും അവൾ തിരക്കിക്കൊണ്ടിരുന്നു. സേതി അതിന് വലിയ ശ്രദ്ധ കൊടുക്കാതിരുന്നു. ഫസ്റ്റ് ഇയർ വെച്ച് ലൈബ്രറിയിൽ വെച്ച് ഒരിക്കൽ അബ്ദോശാ ചെന്ന് ഇടിച്ചു പോയതാണ് അവൾ പ്രജിനെ. സോറി പറഞ്ഞപ്പോൾ ചിരിയോടെ തലയാട്ടി വിടുകയും ചെയ്തു ആൾ. പിന്നെ വീണ്ടും ഒരിക്കൽ കണ്ടപ്പോൾ പേരും കോഴ്സും തിരക്കി. പിന്നെ ഇടയ്ക്കൊക്കെ ആളുടെ ഒരു നോട്ടം വരുന്നത് നിലയാണ് കാണിച്ചു തന്നത്. ജിത്തേട്ടൻ്റെ കൂടെയാണ് ആൾ താമസം എന്നറിഞ്ഞതിൽ പിന്നെ തമാശയ്ക്ക് പോലും ആളുള്ളിടത്തേക്ക് ഒരു നോട്ടം പോയിട്ടില്ല. അച്ചാച്ചനും അമ്മാമ്മയും അച്ഛനും അമ്മയും അനിയനും അനിയത്തിയുമൊക്കെ അടങ്ങിയ അവൻ്റെ വലിയ കുടുംബത്തെക്കുറിച്ച് കേൾക്കാൻ നിലയ്ക്ക് താല്പര്യമായി. അവൾ പിന്നെയും ഓരോന്ന് ചോദിക്കുന്നതിനിടയിൽ വിശ്വജിത്ത് ചായ കുടിച്ച് എണീറ്റു. അയ്യോ, നിൻ്റെ ജിത്തേട്ടൻ ശനിയാഴ്ച വരുമെന്ന് തോന്നുന്നില്ല. ദേ അങ്ങേര് പോയി ബില്ല് പേ ചെയ്യുന്നു. ഞാൻ പറയുന്നത് ആൾ സമ്മതിച്ച ബില്ല് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ? നില വിഷമം കാണിച്ച് സേതിയെ നോക്കി. അതിന് ജിത്തേട്ടൻ വരില്ലെന്ന് പറഞ്ഞില്ലല്ലോ. ആൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിന്നെ വിട്ടാൽ മതിയെന്നേ. ജിത്തേട്ടനില്ലാതെ ഞാൻ വരില്ല. നീ എന്നെ കുഴയ്ക്കോ സേതി? നിനക്ക് നിൻ്റെ ജിതിനേട്ടനെ കൂട്ടി പൊക്കൂടെ? വേറെ എവിടേക്കാണെങ്കിലും ഞാൻ ജിതിനേട്ടനെ വിളിച്ചേനെ. സനിച്ചേട്ടനെ പുള്ളിക്ക് പ്രിയം പോരാ. അതേ വരുന്നില്ലേ? വാതിക്കെ ചെന്ന് നിന്നിട്ടും രണ്ടാളും എണീറ്റ് വരുന്നില്ലെന്ന് കണ്ട് പ്രജിൻ തിരിച്ചു വന്ന് വിളിച്ചു. ടേബിളിൽ ഇരുന്ന ടിഷ്യൂ എടുത്തു കൈ നല്ലോണം തുടച്ചുകൊണ്ട് നില വേഗം എണീറ്റു, കൂടെ സേതിയും. കോളേജിൻ്റെ ഗേറ്റിനടുത്തായി ഫോണിൽ സംസാരിച്ച് നിൽക്കുന്നുണ്ട് വിശ്വജിത്ത്. നിലയും സേതിയും വരുന്നത് കണ്ട് അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഞാൻ വീണ്ടും ചോദിച്ചാൽ നാറുവോ? ഇങ്ങനെ എനിക്കത്ര പിടി കിട്ടുന്നില്ലല്ലോ. നീ നടക്ക്, ശനിയാഴ്ചയാവാൻ ഇനിയും ദിവസമുണ്ടല്ലോ. ആ സമയം നീ നോക്കണ്ട. ഇതൊക്കെ ഒന്ന് കൺഫേം ആയി അറിഞ്ഞിട്ട് വേണം എനിക്ക് ചേച്ചിയെ പതപ്പിച്ച് തുടങ്ങാൻ. ബെസ്റ്റ്. അത് പതഞ്ഞോളൂ, നോ ഡൗട്ട്. മെയിൻ റോഡ് കടന്ന് ഹോസ്റ്റലിലേക്കുള്ള വഴിയിലേക്ക് കടന്നപ്പോൾ വിശ്വജിത്ത് നടത്തം പതുക്കെയാക്കി. പ്രജിൻ ഫോൺ നോക്കി അവനൊപ്പം തന്നെയാണ് നടത്തം. ശരി ആൻറ്റിയാണ്. തിരിഞ്ഞു നിന്ന് വിശ്വജിത്ത് അവൾക്ക് നേരെ ഫോൺ നീട്ടി. അമ്മയോ ഈ നേരത്തോ? സേതിയൊന്ന് അമ്പരന്നു. അവൾ ഫോൺ വാങ്ങി ഹലോ പറഞ്ഞതും ശ്രദ്ധിച്ചു പോകണം, ജിത്തുവിൻ്റെ കൂടെ തന്നെ തിരിച്ചു വരണം, വേറെ എവിടെയും പോവരുത്, ഹോസ്റ്റൽ വിളിച്ചു പറഞ്ഞോളാം എന്നൊക്കെ തുടങ്ങി ഒന്നൊന്നൊരു ഉപദേശമായിരുന്നു ശ്വേതയുടെ വക. സേതിയൊക്കെ സമ്മതിച്ചു കൊടുത്തു. സേതി വിചാരിച്ചത് വിശ്വസിച്ച് സംസാരിച്ചാലും പോകുന്നവരെ പോണെന്ന് നിർബന്ധമാണോ എന്നൊക്കെ ചോദിച്ചു അമ്മ ദിവസവും വിളിച്ചുകൊണ്ടിരിക്കുമെന്നായിരുന്നു. ചുരുങ്ങിയ മിനിറ്റുകളിൽ അമ്മയെ സമ്മതിപ്പിക്കാൻ വിശ്വജിത്തിന് എങ്ങനെ കഴിഞ്ഞു എന്ന സംശയത്തിലാണ് അവൾ കോൾ കട്ട് ചെയ്തത്. സേതി ഫോൺ തിരിച്ച് അവന് കൊടുക്കുമ്പോൾ ചിലവില്ലാതെ കാര്യം സാധിച്ച സന്തോഷമായിരുന്നു നിലയ്ക്ക്. സനി വീട്ടിൽ ചെല്ലുമ്പോൾ ഫ്രണ്ടിൽ തന്നെ നല്ല ഹൈ ഹീൽ ഒരു ലേഡീസ് ചെരുപ്പ് കിടപ്പുണ്ട്. ഇതാരിപ്പോ? അങ്ങനെ വരാൻ മാത്രം ആരാണുള്ളത് എന്ന് ചിന്തിച്ചാണ് അവൻ ഡോർ ബെൽ അടിച്ചത്. മോളെ, ആ ഡോറൊന്ന് തുറന്നേ. അകത്തുനിന്ന് മമ്മിയുടെ ശബ്ദം കേട്ട് അവനൊന്ന് നെറ്റി ചൊളിച്ചു. വാതിൽ തുറന്നതും മുന്നിൽ നിന്ന് ആളെ കൂടി നോക്കാതെയാണ് അവൻ അകത്തേക്ക് കയറിയത്. അമ്മയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഇവിടെ വന്നിരിപ്പാണോ? ഇന്ന് മൊത്തം ഇവിടെ ഇരിപ്പായിരുന്നോ? കിടന്നേ ഇല്ലേ? ഒച്ച വയ്ക്കല്ലേടാ, ഞാൻ ഈ കൊച്ചൊറ്റയ്ക്കിരിക്കല്ലേ എന്ന് വെച്ച് വന്നിരുന്നതാ. താൻ എപ്പോഴാണ് വന്നത്? അവൻ വാതിക്കൽ നിൽക്കുന്ന ആൾക്ക് നേരെ തിരിഞ്ഞു. ഞാനിപ്പോൾ വന്നുള്ളൂ. അവൻ്റെ ചോദ്യത്തിൽ ആൾ പേടിച്ച് വിക്കിപ്പോയി. മമ്മിക്ക് വയ്യാത്തതാണെന്ന് അറിയില്ലേ? മമ്മിയെ ഇങ്ങോട്ട് വരുത്താതെ തനിക്ക് റൂമിൽ ചെന്നിരുന്നൂടായിരുന്നോ? അവൻ്റെ ചോദ്യത്തിൽ ആൾ അമ്പരന്ന് പോയി. സനി! ലിൻഡയുടെ നീറ്റുവിളിയിൽ അവൻ അവർക്കടുത്തേക്ക് ചെന്നു. നീ ഈ കുട്ടിയെ മുന്നേ കണ്ടിട്ടുണ്ടോ? ഇല്ല, അവൻ എടുത്തടിച്ച് പറഞ്ഞു. മമ്മിയുടെ നോട്ടം കണ്ട് അവൻ വാതിൽ നിൽക്കുന്ന ആളെ ഒന്ന് തിരിഞ്ഞു നോക്കി. കരിമ്പച്ച ചുരിദാറിട്ടൊരു പെൺകുട്ടി. സ്കൂളിലോ ഹയർ സെക്കൻഡറിയിലോ പഠിക്കാനുള്ള പ്രായമുള്ളൂ. വെളുത്തു പിരിഞ്ഞ് അധികം ഉയരമില്ലാത്ത കുട്ടി. ഇല്ല, ആദ്യമായി കാണാണ്. അവൻ മനസ്സിൽ ഉറപ്പിച്ച് മമ്മിയെ നോക്കി. സംശയിക്കണ്ട, ഈ കുട്ടി ഇവിടെ ആദ്യം വരാണ്. ഞാനും കാണുന്നത് ആദ്യമാണ്. അപ്പോൾ ഈ കുട്ടിക്ക് എങ്ങനെ അറിയാം ഞാൻ വയ്യാതിരിക്കുകയാണെന്ന്? അപ്പോൾ പിന്നെ ഇതാര്? അവൻ കണ്ണുകൊണ്ട് ചോദിച്ചു. ആ കുട്ടിയാണെങ്കിൽ രണ്ടാളുടെയും വർത്തമാനം കേട്ട് പേടിച്ച മട്ടാണ്. ഇത് ഇച്ചു, ജേസി ചേച്ചിയെ വിളിക്കാൻ വന്നതാ. ചേച്ചി അലക്കിയ തുണി കൂടി വിരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയതാ. ഇച്ചു ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് മുഷിയേണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ എണീറ്റ് വന്നതാ. അപ്പോഴാണ് നിൻ്റെ വരവ് അല്ലേ ഇച്ചു? നിൻ്റെ കാര്യങ്ങൾ ഒന്ന് ലഘൂകരിച്ച് പറഞ്ഞുകൊണ്ട് വാതിൽക്ക് തന്നെ നിൽക്കുന്നവളെ നോക്കി. ഇഷ. മമ്മിയുടെയും മകൻ്റെയും നോട്ടം ഒരുപോലെ തന്നിലേക്ക് എത്തിയപ്പോൾ അവൾ തിരുത്തി. എന്താ?
കേട്ടത് വ്യക്തമാകാത്തതുകൊണ്ട് സനി ചോദിച്ചു. എൻ്റെ പേര് ഇഷാന്ന. ജെയ്സി ആൻറ്റിയും വീട്ടിലുള്ളവരുമൊക്കെയാ ഇച്ചു എന്ന് വിളിക്കുക. ആ, ഇവിടെ വന്നിരുന്നോ? മമ്മിക്ക് കുറച്ച് ദിവസമായി വയ്യാതിരിക്കുകയാണ്. അതാ ഇവിടെ വന്നിരുന്നത് ഞാൻ. ആ, തൻ്റെ ജെയ്സി ആൻറ്റിയെ ഞാൻ ഇപ്പോൾ ഫ്രീ ആക്കി വിടാം. ലിൻഡയെ ഒന്ന് കണ്ണുരുട്ടി കാട്ടി സനി മുകളിലേക്ക് കയറിപ്പോയി. 2-3 മിനിറ്റിൽ തന്നെ ജെയ്സി ഇറങ്ങി വരികയും ചെയ്തു. മുഷിഞ്ഞു ഒഴിച്ചു. സാരിയിൽ കൈ തുടച്ചുകൊണ്ട് ജെയ്സി അവർക്കടുത്തേക്ക് വന്നു. ആൾക്ക് പരിചയമില്ലാത്തിടത്ത് നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, ലിൻഡ പറഞ്ഞു. ഇതിൻ്റെ അടുത്ത വീട്ടിലെ കുട്ടിയാണ്. ഇതിൻ്റെ അച്ഛനും അമ്മയും ജോലിക്കാരാണ്. പിന്നെയുള്ളത് അമ്മമ്മയാണ്. ആൾ മോളുടെ വീട്ടിൽ പോയേക്കാണ്. ഇതിൻ്റെ അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞ് വരാൻ വൈകും. ഇച്ചുവിനാണെങ്കിൽ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാ. അവർ വരണത് വരെ എൻ്റെ അടുത്താണ് നിൽക്കാറുള്ളത്. ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു വരാൻ വൈകുന്നു, അതാ ഇങ്ങോട്ട് വന്നത്. ജെയ്സി വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു. മോള് സ്കൂളിൽ നിന്ന് വരുന്ന വഴിയാണോ? എന്നിട്ട് മോൾക്കൊന്നും കുടിക്കാൻ കൊടുക്കാതെയാണോ ഇരുത്തിയത്? ലിൻഡയ്ക്ക് വല്ലായ്മ തോന്നി. എനിക്കൊന്നും വേണ്ട ആൻറ്റി, ഇഷ വേഗം പറഞ്ഞു. ആളിത്തിരി പതുങ്ങിയ ടൈപ്പാണ്. ഞങ്ങളെന്നാ ഇറങ്ങിക്കോട്ടെ? ആ, പോയിക്കോ. ഇഷയ്ക്ക് അവിടെ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കി തന്നെ ലിൻഡ പറഞ്ഞു. മുകളിൽ ജെയ്സിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ബക്കറ്റ് തുണികൾ വിരിച്ചിടുന്ന നേരം സനി കണ്ടു ഗേറ്റ് കടന്നു പോകുന്ന 2 പേരെയും. ഇവൾക്ക് ആവശ്യത്തിന് ഉയരമുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ മുട്ടിക്കഷ്ണം ഇട്ടേക്കുന്നത്? അവർ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നത് കണ്ട് അവൻ്റെ ചിന്തയിൽ വന്നത് അതാണ്. ഇടന്ന് ഒരു സ്റ്റോപ്പ് കൂടി കഴിഞ്ഞാണ് ജെയ്സിയുടെ വീട്. അവർ ബസ് കയറി പോകുന്നത് കൂടി കണ്ടിട്ടാണ് ബക്കറ്റിലെ തുണികൾ വിരിച്ചു തീർത്ത് അവൻ താഴേക്ക് പോയത്. സേതി കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നില തലയ്ക്ക് കൈ കൊടുത്ത ഇരിപ്പാണ്. എന്താ നില തലയിൽ കൈയൊക്കെ കൊടുത്തൊരു ഇരിപ്പ്? ഈ വീക്ക് വരുന്നില്ലെന്ന് ചേച്ചിയോട് പറഞ്ഞതാണ്. പെണ്ണ് സമ്മതിച്ചു തരണ്ടേ? മാറി നിന്നപ്പോൾ എനിക്ക് ചേച്ചിയോട് ഇഷ്ടം കുറഞ്ഞെന്നൊക്കെയായി പറച്ചിൽ. നിളയുടെ പറച്ചിൽ കേട്ട് സേതി ചിരിച്ചു. ചില നേരത്തെ വർത്തമാനം കേട്ടാൽ ഇവള് ടീച്ചറാണോ എന്ന് സംശയിച്ചു പോകും. എന്നിട്ട് പോക്ക് മാറ്റി വയ്ക്കേണ്ടി വരുമോ? ഏയ്, സമയമുണ്ടല്ലോ, ഞാൻ പറഞ്ഞു ശരിയാക്കിക്കോളാം. അതല്ല ഇപ്പോഴത്തെ പ്രശ്നം. ചേച്ചി ഇപ്പോൾ ഇത് ജിതിനേട്ടനോട് പറയും, അത് ഉറപ്പാ. ആ എണ്ണിപ്പേറയ്ക്ക് ഫോൺ വെച്ച് പോയ രീതി കണ്ടാൽ അറിയാം. ജിതിനേട്ടനോട് പറയാനുള്ള സ്ക്രിപ്റ്റ് റെഡിയാവുന്നുള്ളൂ. ഇച്ചിരി പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ആൾ ഒറ്റയടിക്ക് എല്ലാം ചെലവാക്കി കയ്യിൽ തരും. ചേച്ചിയോട് വരുന്നില്ലെന്ന് മാത്രം പറഞ്ഞുള്ളൂ. സനിച്ചേട്ടൻ്റെ വീട്ടിൽ പോണത് അവതരിപ്പിക്കാനുള്ള സാവകാശം തന്നില്ല. അപ്പോഴേക്കും എണ്ണിപ്പെറുക്കലും കോൾ കട്ട് ചെയ്യലും കഴിഞ്ഞു. നില പറഞ്ഞു നിർത്തിയതും ജിതിൻ്റെ കോൾ വന്നു. നില തലയിൽ കൈവച്ച് സേതിയെ നോക്കി. ഇത് മൊത്തം പണിയാകും. നില കോളെടുക്കാൻ മടിച്ചു നിന്നു. തുടരും. സ്നേഹത്തോടെ, അഭിനവി.